ഹലോ. ഞാൻ അതിരാവിലെ കാഞ്ചീപുരം വരെ ഒന്നിറങ്ങി. ഞാൻ ഈ അടുത്തിടയ്ക്ക് 2 തവണ കാഞ്ചീപുരം പോയിരുന്നു. പക്ഷെ അത് കൂട്ടുകാരുടെ കാറിലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോവാ. അപ്പൊ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നു പോവാൻ. എനിക്ക് തൊട്ടപ്പുറത്താണ് തിരുവാൻമൂഴി സ്റ്റാൻഡ്. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് നടക്കുക. എനിക്കൊരു 1 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ ഈ നടക്കുന്നതിന്റെ പാരലാണ് കലാക്ഷേത്ര. ഇത് കലാക്ഷേത്ര സെക്കൻഡ് അവന്യൂ റോഡാണ്. ഇനി ഇവിടുന്ന് ഒരു ലെഫ്റ്റ് എടുത്താൽ സ്റ്റാൻഡ് എത്തും. ഞാൻ അങ്ങനെ സ്റ്റാൻഡിൽ ചെന്ന് എനിക്ക് AC ബസ് കിട്ടി താമ്പരത്തിന്. കണ്ടക്ടറോട് ചോദിച്ചു താമ്പരത്ത് എവിടെ ഇറങ്ങണമെന്ന് മനസ്സിലാക്കി. അങ്ങനെ താമ്പരത്തുനിന്ന് ബസ് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ താമ്പരത്ത് നിന്ന് 48 കിലോമീറ്റർ കാഞ്ചീപുരം. അങ്ങനെ കാഞ്ചീപുരം ബസ് കയറി. ചെന്നൈ ബസ്സിന്റെ സ്റ്റൈലേ അല്ല, കാഞ്ചീപുരം ബസ് കയറിയാണ് ബസ്സിന്റെ സ്റ്റൈല് കൂടെ മാറി. 40 രൂപയാണ് ചെന്നൈയിൽ നിന്ന് താമ്പരത്ത് നിന്ന് കാഞ്ചീപുരത്തോട്ട്. അപ്പോൾ അങ്ങനെ കാഞ്ചീപുരം എത്താറായി. ഇതാണ് വരദരാജൻ കോവിലിന്റെ മതിലാണിത്. ഞാൻ കാഞ്ചീപുരത്ത് സ്റ്റാൻഡിൽ ഇറങ്ങുന്നില്ല, അതിന് മുന്നത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി. എന്നിട്ട് ഞാൻ അവിടെ ഒരു കടയിൽ കയറി ഇഡ്ഡലി കഴിച്ചു. 2 ഇഡ്ഡലി എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു 5 രൂപയുള്ളൂ 4 ഇഡ്ഡലി കഴിക്കാൻ. അങ്ങനെ 4 ഇഡ്ഡലി കഴിച്ചു. അത് കഴിഞ്ഞൊരു ചായ കുടിച്ചു. ഇപ്പൊ ഞാൻ ഈ ഇറങ്ങിയതിന്റെ തൊട്ടടുത്ത് അഷ്ടഭുജം പെരുമാൾ കോവിൽ അങ്ങനത്തെ ഒരു ടെമ്പിൾ ഉണ്ട്. എന്നാ പിന്നെ ചായ കുടിച്ചിട്ട് അങ്ങോട്ടേക്ക് അപ്പൊ ഇതാണ് അഷ്ടഭുജം പെരുമാൾ കോവില്. 2010 ഇതുപോലെ കുറെ അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ അമ്പലങ്ങളുമായിട്ട് ഭയങ്കര ഫെമിലിയർ ആണ്. നമ്മളൊരു വാൻ എടുത്ത് നമ്മുടെ ഫാമിലി, അമ്മാവിന്റെ ഫാമിലി ഒക്കെ കൂടെ പോയി. ഞാൻ ചെരുപ്പ് പാർക്ക് ചെയ്തിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, എന്റെ ചെരുപ്പ് പോകില്ലേ. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ബാംഗ്ലൂർ നടത്ത ചെരുപ്പാണ്, എന്നാലും ചെരുപ്പ് പോയ സങ്കടമാണ്. അത് കഴിഞ്ഞ് നെയ്വിളക്ക് എടുത്ത് കത്തിക്കാൻ, ഈ നടയിൽ കത്തിക്കാനാ പറഞ്ഞത്. പക്ഷെ അവിടെ തിരി നാളെ ഒന്നും കണ്ടില്ല, എന്റെ കയ്യിൽ തീപ്പെട്ടിയില്ല. പിന്നെ ഞാൻ തൊട്ടപ്പുറത്തുള്ള ഒരു സ്റ്റാൻഡിൽ പോയി കത്തിച്ചു. പോകുന്ന വഴിക്ക് അത് കെട്ടുപോയി. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ തിരിച്ചു പോയിട്ട് അതേ സ്റ്റാൻഡിൽ കത്തിച്ചങ്ങ് വെച്ചു. ഇതോ അവന്മാരാണ്, ഞാൻ കത്തിച്ചവന്മാരാണ് ഇങ്ങനെ പന്തം പോലെ കത്തിയിരിക്കുന്നത്. ഞാൻ കുറെ തവണ വന്ന് നോക്കി, നന്നായി കത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞത് ദൈവം കേൾക്കുമായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് തൊഴുതു. ഞാൻ വീഡിയോ എടുത്തതിനെ പൂജാരി വഴക്കുമാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. എനിക്ക് ഈ ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എടുത്ത ഫോട്ടോ ആണ്. ഞാൻ പിന്നെ അവിടുന്ന് തൊഴുതിറങ്ങി. അമ്പലം അത്യാവശ്യം വലിയ അമ്പലമാണ്. ഇങ്ങനത്തെ അമ്പലങ്ങളിൽ പോകുന്നവർക്ക് നമുക്കിതൊരു വണ്ടറായി തോന്നില്ല. അല്ലാതെ ഇങ്ങനെ അമ്പലങ്ങൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവർക്ക് ഇതും വലിയൊരു അമ്പലം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനത്തെ അത്യാവശ്യം നല്ല മൂടുള്ള ഒരു അമ്പലം. ഞാൻ പിന്നെ കുങ്കുമവും മഞ്ഞളും ഒക്കെ തൊട്ടു. അപ്പോഴത്തേന് എന്നെ വിളിക്കാൻ എനിക്ക് പരിചയമുള്ള ചേട്ടന്റെ മകൻ വന്നു. അവൻ വന്ന് 2-3 നല്ല ഫോട്ടോ എടുത്തു. നമ്മൾ ഈ റീലും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോ എന്നിട്ട് പുള്ളി എന്നെ പിക്ക് ചെയ്തു. പയ്യനാണ്, അവൻ എന്നെ പിക്ക് ചെയ്തു. എനിക്ക് 2-3 ഷോപ്സിൽ പോകണമായിരുന്നു, സാരി നോക്കണമായിരുന്നു, അങ്ങനെ പല കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നോക്കി അതെല്ലാം ഭംഗിയായി നടന്നു എന്നുള്ളതാണ്. ഞാൻ ഇറങ്ങിയപ്പോഴത്തേനും മഴയായി. പിന്നെ കുറെ നേരം മഴ കണ്ടു നിന്നു. അത് കഴിഞ്ഞ് ഞാൻ ബസ്സിൽ തന്നെയാണ് തിരിച്ച് ചെന്നൈക്ക് പോകുന്നത്. ഞാൻ തിരിച്ച് ചെന്നൈക്ക് പോകുന്നു. അപ്പൊ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ.